വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇഗ്നോ അലേർട്സും എജുഫിക്സ് അക്കാദമിയും ചേർന്നിട്ട് ഇഗ്നോയുടെ ക്ലാസ്സുകൾ നല്ല അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. 500 രൂപ തൊട്ടിട്ടാണ് ഇവിടെ ക്ലാസ്സിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ UG പ്രോഗ്രാം ആയിട്ടുള്ള BCom, BBA, BA ഇംഗ്ലീഷ്, സോഷ്യോളജി, സൈക്കോളജി, എക്കണോമിക്സ്, ഹിസ്റ്ററി എന്നീ 7 UG പ്രോഗ്രാമിനാണ് നമ്മൾ ക്ലാസ് നൽകുന്നത്. 500 രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി PG പ്രോഗ്രാം ആയിട്ടുള്ള MBA, MCom, MA ഇംഗ്ലീഷ് എന്നിവയ്ക്കാണ് നൽകുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 700 രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് PG പ്രോഗ്രാമിന് മേടിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ലെങ്തി വീഡിയോ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻസിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്ലാസ്സിനകത്ത് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ്. അപ്പോൾ താഴെ കോമൺ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കുകളുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് വഴിയാണ് കേട്ടോ അറിയിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ ഇൻഫോർമേഷൻ ആയിട്ട് ലെങ്തി വീഡിയോ കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2024 ജനറൽ സെഷൻ്റെ അഡ്മിഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒരുപാട് പേര് അഡ്മിഷൻ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്. ഒരുപാട് പേർക്ക് ഡൗട്ട് ക്ലിയർ ആയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. എല്ലാം കൂടി നമുക്ക് ഒരു വീഡിയോയ്ക്കകത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഓരോ പാർട്ടായിട്ടാണ് ഇടുന്നത്. ഇത് നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ്. അഡ്മിഷൻ എടുത്തു, അഡ്മിഷൻ കൺഫേം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ID കാർഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ഇത് 2024 ജനറൽ സെഷന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല. ഇത് ഇഗ്നോയിൽ ഓൾറെഡി സ്റ്റുഡൻ്റ് ആയിട്ടുള്ളവർക്കും ഇത് ബാധകമാണ്. കാരണം നമ്മൾ ഇതിനകത്ത് 4 മെത്തേഡ് പറയുന്നുണ്ട്. 4 വെറൈറ്റി മെത്തേഡാണ്. അപ്പോൾ നല്ല ഈസിയസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ മെത്തേഡ് വന്നിട്ടുള്ളത് നമ്മുടെ അഡ്മിഷൻ പോർട്ടൽ വഴി തന്നെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസർ ID പാസ്വേഡൊക്കെ തന്നിട്ടുണ്ടാവും. ഇപ്പോൾ കഫേയിൽ നിന്നൊക്കെ എടുത്താണെങ്കിൽ അവർ തന്നിട്ടുണ്ടാവും. സ്വന്തമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ഒരു യൂസർ ID പാസ്വേഡും ID കാർഡ് എടുക്കുന്ന വരെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ അത് മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ തന്നെ നമ്മളിങ്ങനെ യൂസർ ID പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ അഡ്വൈസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ അഡ്വൈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മെയിലോട്ട് വരും. ആ മെയിലുണ്ടാവും യൂസർ ID പാസ്വേഡും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ പോർട്ടൽ എടുക്കുക. അഡ്മിഷൻ പോർട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഉണ്ട് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാനുള്ള സ്പേസ്. ഇവിടെ ഒരു ക്യാപ്ച വെരിഫിക്കേഷൻ കോഡ് ഉണ്ട്. നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വേറെ ക്യാപ്ച കോഡ് വരും കേട്ടോ. ഓക്കെ, ഇത് കൊടുക്കുക. ഇവിടെ ടൈപ്പ് ദ ടെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ പോർട്ടലിൽ ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ വരുന്നത് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിലായിട്ട് വരും. യുവർ അഡ്മിഷൻ ഈസ് പ്രൊവിഷണലി കൺഫേംഡ്, ഇതാണ് എൻറോൾമെൻറ്റ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് മെയിലായിട്ട് വരും, അല്ലെങ്കിൽ SMS ആയിട്ട് വരും. ഇനി ഇത് രണ്ടും വരാത്ത ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെയിൽ ID തെറ്റായിട്ട് കൊടുത്തവരുണ്ടായിരിക്കും ചിലപ്പോൾ വരാത്തുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് കൺഫർമേഷൻ വരാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ അഡ്മിഷൻ പോർട്ടലിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം ആയോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷൻ മെസ്സേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അഡ്മിഷൻ പോർട്ടലിലോട്ട് വരിക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗമാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ഹോം, മൈ ആപ്ലിക്കേഷൻ, മൈ ട്രാൻസാക്ഷൻ, അഡ്മിഷൻ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. ഇനി അതെന്ത് ചെയ്യുക, മൈ ആപ്ലിക്കേഷൻ എടുക്കുക. മൈ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആപ്ലിക്കേഷൻ സമ്മറി എന്ന് പറഞ്ഞിട്ട് കൺട്രോൾ നമ്പർ ഉണ്ടാവും. കൺട്രോൾ നമ്പർ ലാസ്റ്റ് S എന്ന് അവസാനിക്കുന്ന നമ്പറാണ്. പിന്നെ അതുപോലെ എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടാവും. എൻറോൾമെൻറ്റ് നമ്പർ നമുക്ക് അഡ്മിഷൻ കൺഫേം ആയാൽ മാത്രമേ കിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ SMS ആയിട്ട് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഇവിടെയും കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഏത് കോഴ്സിനാണ് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അതുപോലെ നമ്മുടെ റീജിയണൽ സെൻറ്ററിൻ്റെ പേരും ഉണ്ട്. നമ്മുടെ ഇവിടെ സ്റ്റഡി സെൻറ്ററിൻ്റെ പേര് വരുന്നുണ്ട്. പിന്നെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പിൻ്റെ കാര്യം പ്രിൻ്റ് എടുക്കാനുള്ള വരുന്നുണ്ട്. അതുപോലെ ആപ്ലിക്കേഷൻ ഫോമും ഉണ്ട്. ഇതൊക്കെ നമ്മൾ പേയ്മെൻറ്റ് അടച്ച ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതാണ്. നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ അഡ്മിഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതാ അഡ്മിഷൻ കൺഫേംഡ് എന്നിട്ട് പറയുകയും ചെയ്യും. ഇവിടെ ID കാർഡിൻ്റെ അവിടെ ഇതാ ഗ്രീൻ കളറിൽ ഇങ്ങനെ ഒരു ബാർ വന്നിട്ടുണ്ട്, ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ID കാർഡ് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ ഡൗൺലോഡ് ആക്കിയ സമയത്ത് ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ ദിസ് ഫയൽ ഈസ് പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് വന്നിട്ടുള്ളത് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ തന്നെയാണ്. എൻറോൾമെൻറ്റ് നമ്പർ നിങ്ങൾക്ക് മെയിലായിട്ട് വന്നിട്ടുണ്ടാവും, SMS ആയിട്ട് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇവിടെ മൈ ആപ്ലിക്കേഷനിൽ പോയപ്പോൾ അവിടെ എൻറോൾമെൻറ്റ് നമ്പർ വന്നിട്ട് അവിടെ കണ്ടില്ലേ, അതാണ് നിങ്ങളുടെ പാസ്വേഡ്. ആ പാസ്വേഡ് എൻറോൾമെൻറ്റ് നമ്പർ ഇവിടെ കറക്റ്റ് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തിട്ട് ഓപ്പൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ID കാർഡ് കാണുന്നതായിരിക്കും. ഇതാണ് കേട്ടോ നമ്മുടെ ID കാർഡ് വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് QR കോഡ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ ഫോട്ടോ ഉണ്ട്. അതിന് താഴെയായിട്ട് നിങ്ങൾ കൊടുത്തേക്കുന്ന സിഗ്നേച്ചർ ഉണ്ടാവും. ഇനി ഇവിടെ സൈഡിലോട്ട് വരികയാണെങ്കിൽ എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടാവും, നമ്മുടെ റീജിയണൽ സെൻറ്ററിൻ്റെ കോഡ് ഉണ്ട്,
പിന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേരും കോഡും ഉണ്ട്, നമ്മുടെ പേര്, നമ്മുടെ ഗാർഡിയൻ നെയിം, അഡ്രസ്സ്, അതുപോലെ തന്നെ പിൻകോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ID കാർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. അത് ആർക്കായാലും, അതായത് ഇഗ്നോത്തെ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും വേണം. കാരണം നമ്മൾ എക്സാം എഴുതുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻ്റ് ആണ്. ഇനി എക്സാം എഴുതുമ്പോൾ ഇതില്ലെങ്കിലും നമ്മൾ ഏതെങ്കിലും ഗവൺമെൻറ് അപ്രൂവ്ഡ് ID ഉണ്ടെങ്കിൽ നമ്മൾ എക്സാം എഴുതാനൊക്കെ സമ്മതിക്കും. പക്ഷേ ചില സ്റ്റഡി സെൻറ്റർ സമ്മതിക്കില്ല കേട്ടോ. അതുപോലെ നമ്മൾ ഈ പ്രോഗ്രാം എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന സമയത്ത് അപ്പോഴും ഇഗ്നോയുടെ ID കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് ഇഗ്നോ ID കാർഡ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ പുറത്ത് പോണ സമയത്ത് കളർ കോപ്പി എടുക്കുക, ലാമിനേറ്റ് ചെയ്ത് വെക്കുക. ലാമിനേറ്റ് ചെയ്യാൻ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, UG പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ 6 വർഷം ടൈമുണ്ട്, PG പ്രോഗ്രാം ആണെങ്കിൽ 4 വർഷം വരെ ടൈമുണ്ട്. ഇത്രയും കാലം ഉള്ളൊരു പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്രയും വാലിഡ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് വേണം. അപ്പോൾ ഈ ID കാർഡ് നിങ്ങൾ ചുമ്മാ ഫോണിലൊക്കെ എവിടെയെങ്കിലും എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം നിങ്ങൾ കളർ കോപ്പി എടുത്തിട്ട് ലാമിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ID കാർഡ് നാശാവാതെ ഇരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് ഇങ്ങനെ ID കാർഡ് ഡൗൺലോഡ് ചെയ്യുക. പുറത്ത് പോകുമ്പോൾ കളർ കോപ്പി എടുത്തിട്ട് ലാമിനേറ്റ് ചെയ്ത് വെക്കുക. ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അഡ്മിഷൻ പോർട്ടൽ വഴി യൂസർ ID പാസ്വേഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾ ഈ ഒരു സെഷൻ സ്റ്റുഡൻ്റ് അല്ല, അതായത് 2024 ജാനുവരി സെഷൻ്റെ സ്റ്റുഡൻ്റ് അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുവഴി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഇവിടെ ഈ ഒരു യൂസർ നെയിം പാസ്വേഡും ഇവിടെ അല്ല കേട്ടോ കൊടുക്കേണ്ടത്. നിങ്ങൾ മുന്നേ ഏതെങ്കിലും സെഷനിൽ അഡ്മിഷൻ എടുത്താണ് നിങ്ങളുടെ കയ്യിൽ യൂസർ ID പാസ്വേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ അഡ്മിഷൻ പോർട്ടലിൽ ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രീവിയസ് അഡ്മിഷൻ പോർട്ടൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രീവിയസ് ഇയർ പോർട്ടലിൻ്റെ ഇങ്ങനെ ലിങ്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ 2023 ജൂലൈ സെഷൻ, അതായത് കഴിഞ്ഞ സെഷനിൽ എടുത്തേക്കുന്ന പോർട്ടൽ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല കേട്ടോ. അത് വരാൻ ചിലപ്പോൾ ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ ബാക്കി ഒരുവിധം എല്ലാ സെഷൻ്റെയും പോർട്ടൽ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ 2023 ജാനുവരിയിൽ അഡ്മിഷൻ ODL പ്രോഗ്രാമിന് അഡ്മിഷൻ എടുത്ത ഒരാളാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. നിങ്ങൾ ഇവിടെയാണ് കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ മുന്നേ എപ്പോഴെങ്കിലും അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും 2024 ജാനുവരി സെഷൻ്റെ പോർട്ടലിൽ വന്നിട്ട് യൂസർ നെയിം പാസ്വേഡും കൊടുക്കരുത്. യൂസർ നെയിം പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ പോലും ഇൻവാലിഡ് എന്നേ കാണിക്കുള്ളൂ. കാരണം നിങ്ങൾ അഡ്മിഷൻ എടുത്ത പോർട്ടലിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ ID പാസ്വേഡും കൊടുക്കാൻ. അപ്പോൾ ലേറ്റസ്റ്റ് അഡ്മിഷൻ പോർട്ടലിൽ എടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ പോർട്ടലിൽ പോവുക. അതിൽ നിങ്ങളുടെ ഏതിലാണോ അഡ്മിഷൻ എടുത്ത് വെച്ചാൽ അതെടുത്തിട്ട് അതിൽ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ എടുത്ത പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ID കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ID കാർഡ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പാസ്വേഡ് എൻറോൾമെൻറ്റ് നമ്പറാണ്. ഡൗൺലോഡ് ചെയ്യുക, കളർ കോപ്പി എടുക്കുക, ലാമിനേറ്റ് ചെയ്ത് വെക്കുക. പറഞ്ഞതാണ് നമ്മുടെ ആദ്യത്തെ മെത്തേഡ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത മെത്തേഡ് ഉള്ളത് സമർത്ത് പോർട്ടൽ വഴി ഡൗൺലോഡ് ചെയ്യണതാണ്. സമർത്ത് പോർട്ടൽ ചെയ്യുന്ന നമ്മൾ റീരജിസ്ട്രേഷൻ പോർട്ടലാണ്. ഇവിടെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ ഓൺലൈനിൽ റീരജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോർട്ടൽ കാണും. അതിനകത്ത് ഇങ്ങനെ റീരജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മൾ പോകുന്നത്. ID കാർഡ് എടുക്കാനുള്ള സെക്കൻഡ് മെത്തേഡാണ്. ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക, പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ കൊടുക്കുക. നിങ്ങൾ ഈ ഒരു സൈറ്റിനകത്ത് ആദ്യമായിട്ട് ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രോഗ്രാം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ID കാർഡിലുള്ളത് പോലെ തന്നെ നിങ്ങളുടെ പേര് കൊടുക്കുക, എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുക, ഈ ഒരു ക്യാപ്ച കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു OTP വരും. ആ OTP നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ യൂസർ നെയിം എന്തായിരിക്കും, നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറാണ്. പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതാണ്. ഇനി ഓൾറെഡി നിങ്ങൾ ഇതിനകത്ത് യൂസറാണ്, പക്ഷേ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ റീസെറ്റ് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ പ്രോഗ്രാം സെലക്ട് ചെയ്ത് കൊടുക്കുക, എൻറോൾമെൻറ്റ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എഗെയിൻ നമ്മുടെ മെയിലിലോട്ട് അല്ലെങ്കിൽ SMS ആയിട്ടൊരു OTP വരും. ആ ഒരു OTP കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ യൂസർ ID പാസ്വേഡ് ഉണ്ട്. യൂസർ ID പറഞ്ഞു കഴിഞ്ഞാൽ എൻറോൾമെൻറ്റ് നമ്പർ തന്നെയാണ്. പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്തതാണ്, അത് കൊടുക്കുക. ഈ ക്യാപ്ച വെരിഫിക്കേഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ സമർത്ത് പോർട്ടലിൽ യൂസർ ID പാസ്വേഡൊക്കെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്തേക്കാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് സർവീസസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിനകത്ത് പോയിട്ട് ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതെവിടെ നമുക്കിവിടെ ID കാർഡ് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ കാണാൻ പറ്റും, അത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പ്രോഗ്രാം കോഡും എൻറോൾമെൻറ്റ് നമ്പറും ആക്ഷൻ്റെ താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ID കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ID കാർഡ് ഡൗൺലോഡ് ആവും കേട്ടോ.
ഓക്കെ, ഇതാ നേരത്തെ വന്ന പോലെ തന്നെ ദിസ് ഫയൽ ഈസ് പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ എൻറോൾ നമ്പർ കൊടുക്കുക. എൻറോൾമെൻറ്റ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവണമായിരിക്കും. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. ഇതാണ് സെക്കൻഡ് മെത്തേഡ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ആണെങ്കിലും സെക്കൻഡ് മെത്തേഡ് ആണെങ്കിലും നമുക്ക് ആരുടെയും സഹായം ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ആദ്യത്തെ മെത്തേഡ് ആണെങ്കിൽ അഡ്മിഷൻ എടുത്തേക്കുന്ന സമയത്ത് നമ്മൾ യൂസർ ID പാസ്വേഡ് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമാണ് ഫസ്റ്റ് മെത്തേഡ് വർക്കിംഗ് ആവുള്ളൂ. സെക്കൻഡ് മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തേർഡ് മെത്തേഡാണ്. ഇത് നമുക്ക് എന്തായാലും റീജിയണൽ സെൻറ്ററിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ കയ്യിൽ അഡ്മിഷൻ എടുക്കുമ്പോഴുള്ള യൂസർ ID യും പാസ്വേഡും കയ്യിലില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും അറിയില്ല. ഈ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ID കാർഡ് എടുക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്ഷയയിൽ നിന്ന് പൊതുവെ ഒരു അപ്ലിക്കേഷൻ ഫോം പ്രിൻറ്റ് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ ആ ഒരു അപ്ലിക്കേഷൻ ഫോമിൽ മുകളിലായിട്ട് ഒരു നമ്പറും, ഒരു നമ്പറല്ല കുറച്ച് നമ്പറും ലാസ്റ്റ് S എന്ന് അവസാനിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. അതിനെയാണ് കൺട്രോൾ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ആ നമ്പർ നിങ്ങൾക്ക് പ്രത്യേകം കണ്ടാൽ അറിയും ലാസ്റ്റ് S എന്ന് അവസാനിക്കുന്നതാണ്. പിന്നെ ഭയങ്കര ബോൾഡ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടാവും, അത്യാവശ്യം വലുതാക്കിയിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവും. അതാണ് കൺട്രോൾ നമ്പർ. അപ്പോൾ ആ കൺട്രോൾ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, ഏതാണ് പ്രോഗ്രാം നിങ്ങൾ എടുത്തേക്കുന്നത്, ഏതാണ് റീജിയണൽ സെൻറ്റർ വെച്ചിട്ടുള്ളത്, ഏതാണ് സ്റ്റഡി സെൻറ്റർ വെച്ചിട്ടുള്ളത്, ഈ കൺട്രോൾ നമ്പർ, ഈ 5 കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൽ അയയ്ക്കുക. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ റീജിയണൽ സെൻറ്റർ വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ അണ്ടറിലൊരു സ്റ്റഡി സെൻറ്റർ ആവും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ അപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു റീജിയണൽ സെൻറ്ററിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൽ അയയ്ക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽസ്. എനിക്കിതുവരായിട്ടും എൻറോൾമെൻറ്റ് നമ്പറോ അല്ലെങ്കിൽ ID കാർഡൊന്നും കിട്ടിയിട്ടില്ല, പെട്ടെന്ന് തന്നെ ID കാർഡ് തരണം എന്നുള്ള രീതിയിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കേരളത്തിൽ 3 റീജിയണൽ സെൻറ്ററാണ് വരുന്നത്. ഒന്ന് വടകര, പിന്നെ കൊച്ചി, ട്രിവാൻഡ്രം. 3 റീജിയണൽ സെൻറ്ററിൻ്റെയും മെയിൽ ID ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം. ഇങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ 3ാമത്തെ മെത്തേഡ് റീജിയണൽ സെൻറ്ററിലോട്ട് മെയിൽ അയയ്ക്കുക വിത്ത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും കൺട്രോൾ നമ്പറും. ഓക്കെ, 4ാമത്തെ മെത്തേഡ് വരുന്നത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുമ്പോഴുള്ള യൂസർ ID പാസ്വേഡ് ഇല്ല, എൻറോൾമെൻറ്റ് നമ്പർ ഇല്ല, കൺട്രോൾ നമ്പർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിലോട്ട് പോവുക. അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ റീജിയണൽ സെൻറ്ററും സ്റ്റഡി സെൻറ്ററും വെക്കുന്നതാണ്. സ്റ്റഡി സെൻറ്ററാണ് നമുക്ക് നിയറസ്റ്റ് ഉള്ളതായിരിക്കും. നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിലോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എത്തുന്നതാണ്. അപ്പോൾ സ്റ്റഡി സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. അപ്പോൾ അവരോട് പറയാം നമ്മുടെ പേര് ഇതാണ്, ഈ പ്രോഗ്രാമാണ് എടുത്തേക്കുന്നത്, പിന്നെ ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല, നമുക്ക് ID കാർഡോ എൻറോൾ നമ്പറോ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും തരുന്നതാണ്. ഇതാണ് 4ാമത്തെ മെത്തേഡ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിൾ മെത്തേഡാണ് ആദ്യം തൊട്ടിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ മെത്തേഡ് കിട്ടുമോ നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്യുക. ഇനി അത് രണ്ടും കിട്ടില്ല എന്നുണ്ടെങ്കിൽ റീജിയണൽ സെൻറ്ററിനെയോ സ്റ്റഡി സെൻറ്ററിനെയോ ഡിപ്പെൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അതുപോലെ അടുത്ത വീഡിയോസ് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇങ്ങനെ 10 വീഡിയോസ് ഉണ്ട്. 10 വീഡിയോസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോസിന് വെയിറ്റ് ചെയ്തോളൂ. ഓക്കെ, ബൈ.